കണ്ണും കാലം കുടിപ്പിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെട്ടി പുസ്തക പരിചയം നടത്തുന്ന നാരായണ മാഷ്, പത്മശ്രീ പ്രാപിയ വേദി വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരൻ, ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഇത്രയും ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ്. അതിൽ ഞാൻ ജലീലിനെ അഭിനന്ദിക്കുക. ജലീലിന്റെ ഭൗതികമായിട്ടുള്ള ഒരു വിജയമാണ് ഒരു പക്ഷേ ഇപ്പോൾ ഇത്രയും ആൾക്കാരെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലുമുണ്ട്. ഇത്രയും ക്യാമറകൾ ഒരുമിച്ച് അത് വളാഞ്ചേരി പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിന് ഗാന്ധിജയന്തി എന്നൊരു പൊതു അവധിയുടെ ആലസ്യത്തെ കുറിച്ച് കിടന്ന് ഇവിടെ എത്ര മുന്നിൽ വേറെ ചില കാണാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ വന്നുകൊണ്ട് ജലീലിന്റെ പുസ്തക പ്രകാശനത്തിന് താങ്കൾ വരുന്നുണ്ടാകുമോ ഇല്ലയോ, വരുന്നത് എന്തെങ്കിലും വിലക്കുണ്ടോ, തടസ്സമുണ്ടോ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ കെ.ടി. ജലീലിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാരണമായിരിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് നേരെ ഈ. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര വലിയ ഓഡിറ്റോറിയം ആണെങ്കിലും മറ്റ് തട്ടാനത്ത് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ പരിപാടിക്ക് എത്താൻ സാധ്യതയുണ്ട്. ഡോക്ടർ കെ.ടി. ജലീൽ എൻ്റെ ഇളയ സഹോദരനാണ്. എന്നെക്കാളും ബുദ്ധിവൈഭവവും ജ്ഞാനവും അറിവും എല്ലാം ഉണ്ടെങ്കിലും ഒരു വയസ്സിന് ഇളക്കം താല്പര്യമുണ്ട്. അത് ഞാൻ ആദ്യം വെളിപ്പെടുത്തലാണ്. ജലീലിന്റെ മറ്റ് നിരവധി പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഡൽഹിയിലായതുകൊണ്ട് മറ്റ് തിരക്കുകൾ വ്യാപൃതമായതുകൊണ്ടൊന്നും വന്നെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് ഞാൻ ഡൽഹിയിൽ വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഈ പരിപാടിക്ക് എന്തായാലും എത്തിയിരിക്കുന്നു. ഇനി ഡൽഹിയിലെ കുറിച്ചുള്ള എൻ്റെ മനസ്സിന്റെ സങ്കല്പം ഞാൻ പറയാം. കാരണം ചില മാധ്യമപ്രവർത്തകർ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഇതാക്കുന്നുണ്ട്. കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ് ഡോക്ടർ കെ.ടി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർ ഊർജം പകരും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കുറെ കൂടി മിഴിവോടെ സമൂഹത്തിന് അനുഭവപ്പെടുന്നതാണ് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ്. അതുകൊണ്ട് ആരെങ്കിലും ക്യാമറയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അദ്ദേഹത്തെ കൊടുത്തു വലിക്കാമെന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടതില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ബാക്കി ജലീലാണ് പറയുന്നത്. ജലീലിന്റെ പ്രഭാഷണത്തിന്റെ അവസാനം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജലീൽ എന്ന് പറയും ജലീലിന്റെ മനസ്സ് തുറക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ജലീൽ മനസ്സ് തുറക്കുമോ, ജലീലിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ജലീലിന്റെ മനസ്സ് തുറക്കാൻ വേണ്ടി കാണിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുന്നില്ലായി അദ്ദേഹത്തിന്റെ മകൾ മോനുമാണ്. അതുകൊണ്ട് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.